ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പഴ് ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു സവാളയും ഒരു തക്കാളിയൊക്കെ ചേർത്തിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വായോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കടല എടുത്ത് ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഓവർനൈറ്റ് കുതിർത്തെടുത്ത ഒരു അരക്കപ്പോളം കടലയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കടലയിൽ മാത്രമല്ല വെള്ളക്കടലയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഉപ്പ് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. എനിക്കൊരു 4 വിസിലൊക്കെ മതിയാവും. അപ്പോൾ അവരവരുടെ കുക്കറിൽ എത്രയാണോ വിസിൽ അതിനനുസരിച്ച് വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ആ സമയം നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പം അത്യാവശ്യം വേണ്ടുന്നത്ര എരിവേ ഉള്ളൂ. അപ്പം ആ വറ്റൽമുളകിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ അതാണ്ട് വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ടേ. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്നങ്ങ് വറുത്തെടുക്കണം. കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണേ. ആ ഒരു പാകം വരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നൊന്നും ഇല്ല. അപ്പോൾ ദാണ്ട് ഇപ്പോൾ ഇതൊന്നും ആയിട്ടുണ്ട്. ഇനി നമുക്കിതും ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ സവാളയാണ് കേട്ടോ, ഒരുപാട് വലുതൊന്നും വേണ്ട. ആ സവാള ചേർത്തിട്ട് ആ സവാളേൻ്റെ കളറൊന്ന് മാറണം, ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. അപ്പോൾ ഒരു ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെയും ഒന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. ഇപ്പോൾ ദാണ്ട് അത് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കളർ വരെ ഞാൻ വറക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതും ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം കേട്ടോ. ഇതിലിനി എണ്ണയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പിന്നെ എണ്ണയുടെ അളവ് മാക്സിമം കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇനി എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ പാനിൽ തന്നെ വെച്ചിട്ട് തക്കാളി ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു തക്കാളി എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് റെഡി ആകുമ്പോഴത്തേനും നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് രണ്ട് സൈഡും ഒന്നങ്ങ് റെഡിയാക്കിയാൽ മതി. ഇപ്പോൾ ദാണ്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ പാനിയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. അതും ഒന്ന് തണുത്ത് വരട്ടെ. ഒന്നിങ്ങോട്ട് വാടോ. വരാൻ വലിയ പാടായി. കുറച്ച് നേരം കൂടെ പാനിൽ കിടക്കണം എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് ദാണ്ട് നമ്മുടെ അടുപ്പത്ത് വെച്ചിരുന്ന കടലയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഞെക്കി നോക്കുമ്പോഴേക്കും ഇങ്ങനെ നന്നായിട്ട് പതുങ്ങി പോകണം. ആ ഒരു സ്റ്റേജാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. എന്തിനാണ് കുട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതൊക്കെ ചിലർ കമൻറ്റ് ഇടാം. ചുമ്മാ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ, ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കേട്ടോ. അതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊക്കെ എടുക്കണ്ട. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെക്കണം. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത എല്ലാ ഐറ്റംസും ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ക്രഷാക്കി കൊണ്ടുവരാം. അത് ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയാൽ മതി, ഒരുപാട് അരക്കണ്ട. അതാണ്ട് ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷാക്കിയിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല, ആ വെള്ളം അങ്ങ് കളഞ്ഞിട്ട്, വെള്ളം നമുക്ക് ആവശ്യമില്ല, കടല മാത്രം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് ഒരുപാടിട്ട് അരക്കൊന്നും വേണ്ട. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട്
അടിപൊളി ഒരു ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശേൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ തൊട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ, ഇഡ്ഡലീൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അതാണ്ട് നമ്മുടെ അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു പേരൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പം ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം, ചമ്മന്തി പോലെ ഉരുട്ടിയെടുക്കാമല്ലോ. അപ്പം ഞാനിവിടെ 3 ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.